വിശ്വാസ വെളിച്ചത്തിലേക്ക് എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തെ പ്രേക്ഷകർക്കായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. കത്തോലിക്ക സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന വിശ്വാസ സത്യങ്ങളെ നമുക്കായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേരള കത്തോലിക്ക സഭയിലെ പ്രഗത്ഭനായ ദൈവശാസ്ത്രജ്ഞനും ദൈവശാസ്ത്രജ്ഞന്മാരുടെ സമിതിയായ കേരള തിയോളജിക്കൽ അസോസിയേഷൻ്റെയും ഇന്ത്യൻ തിയോളജിക്കൽ അസോസിയേഷൻ്റെയും മുൻ പ്രസിഡന്റ് കൂടിയായ റവറൻ ഡോക്ടർ വിൻസെൻ്റ് കുണ്ടുകുളം അച്ഛനാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടുകൂടി ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യും. താങ്ക് യു. അച്ഛാ, നമ്മൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1420 മുതൽ 27 വരെയുള്ള ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ 2ാം ഭാഗത്തിലെ കുദാശകളെക്കുറിച്ചാണ് നമ്മൾ തുടങ്ങിയത്. അതിൽ നമ്മൾ ഇനീസിയേഷൻ കുദാശകൾ ആയിട്ടുള്ള ആ 3 കുദാശകളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ വിശദമായിട്ട് വിശദീകരിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഈ സാക്രമെൻ്റ് ഓഫ് ഹീലിംഗ് എന്ന് പറയുന്ന 2 കുദാശകൾ, വിശുദ്ധ കുമ്പസാരവും രോഗിലേപനവും, അതിൽ വിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കുമ്പസാരം എന്ന് പറയുന്ന കുദാശയെക്കുറിച്ച് തന്നെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഒത്തിരിയേറെ വിവാദങ്ങളും ചോദ്യങ്ങളും സംശയങ്ങളുമൊക്കെ സഭയ്ക്കുള്ളിലുള്ളവർക്കും സഭയ്ക്ക് പുറത്തുള്ളവർക്കുമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പലപ്പോഴും സഭയ്ക്കുള്ളിൽ തന്നെ ഇത് കുമ്പസാരത്തിൻ്റെ അർത്ഥം എന്താണെന്ന് പലപ്പോഴും നിത്യവും കുമ്പസാരിക്കുന്നവർക്ക് പോലും അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് എന്താണ് കുമ്പസാരത്തെക്കുറിച്ച് പറയുന്നതെന്നും അത് എങ്ങനെയാണ് അനുവർത്തിക്കേണ്ടതെന്നുമൊക്കെ നമ്മുടെ വിശ്വാസികൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടിയാണ്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് അച്ഛനോട് ചോദിക്കാനുള്ളത്, പലപ്പോഴും പ്രത്യേകിച്ച് പെന്തക്കോസ്റ്റൽ സഭകൾ അവർ വളരെ നിശിതമായി വിമർശിക്കുന്നുണ്ട് നമ്മുടെ വിശുദ്ധ കുമ്പസാരത്തെ. എന്തിനാണ് വൈദികനോട് പറയുന്നത് കുമ്പസാരം എന്ന കുദാശ തന്നെ അർത്ഥരഹിതമാണെന്നൊക്കെ അവർ പറയാറുണ്ട്. വാസ്തവത്തിൽ കുമ്പസാരം എന്ന കുദാശ യേശു സ്ഥാപിച്ചതാണോ? വിശുദ്ധ ഗ്രന്ഥത്തിൽ അതിന് എന്ത് അടിസ്ഥാനമായിട്ടുള്ളത്? അച്ഛനൊന്ന് വിശദീകരിച്ച് തുടങ്ങാമോ? ബിജു സാറ് പറഞ്ഞത് വളരെ ശരിയാണ്. ഒരുപക്ഷെ കത്തോലിക്ക സഭ അനുഷ്ഠിക്കുന്ന കൂദാശകളിൽ 7 കൂദാശകളിൽ നിരന്തരമായിട്ട് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അല്ലെങ്കിൽ വിമർശിക്കപ്പെടുന്ന ഒരു കൂദാശയാണ് കുമ്പസാരം എന്നുള്ളത്. അത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകതയും. അതിൻ്റെ അർത്ഥം എന്തോ മനുഷ്യൻ്റെ മർമ്മപ്രധാനമായ ജീവിതത്തിൻ്റെ മേഖലകളുമായി അത് തൊട്ടു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പല ചോദ്യങ്ങളുണ്ട്, അങ്ങനെ ചിലത് സൂചിപ്പിച്ചു. സാധാരണ ഇങ്ങനെ പറയുന്ന ഒന്നാണ്, ഈ അച്ഛനോട് എന്തിനാ കുമ്പസാരിക്കണേ? നമ്മളും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ഓരോരുത്തരും. ദൈവം നമുക്കൊരു മനസാക്ഷി നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ മനസാക്ഷിയിൽ തോന്നുന്ന നന്മതിന്മകളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കി ജീവിച്ചാൽ പോരെ? ഇനി അഥവാ തെറ്റ് പറ്റിയാൽ തന്നെ നമ്മെ സൃഷ്ടിച്ച ദൈവത്തിനോട് മാപ്പ് പറഞ്ഞാൽ പോരെ എന്ന് ഒരു ചോദ്യം ഉണ്ടാകാറുണ്ട്. അപ്പോൾ മനസാക്ഷിയുടെ ആ വ്യക്തി സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കൂടുതൽ ചോദ്യങ്ങൾ വരാറ്. അല്ലെങ്കിൽ പറയും നേരിട്ട് പറഞ്ഞാൽ പോരെ, ഇത് ഒരു വ്യക്തിയിലൂടെ പോകേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ അതൊരു ഇൻഡിവിജ്വലിസം എന്ന് ഞാൻ പറയാം. ഇൻഡിവിജ്വലിസം എന്ന് പറയുന്നത് നമ്മൾ വ്യക്തിയെക്കുറിച്ച്, സെൽഫിനെക്കുറിച്ച്, ഓരോ വ്യക്തിയും പ്രധാനമാണ് എന്നൊക്കെ കാണാൻ തുടങ്ങിയപ്പോഴാണ് അങ്ങനെയുള്ളൊരു ചിന്ത വന്നത്. എന്നാൽ സമൂഹത്തിന് പ്രാധാന്യം കൊടുക്കുന്നവർ, പാപത്തിൻ്റെ സാമൂഹിക മാനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ചില ആളുകൾ ചോദിക്കുന്നത്, ഇത് അങ്ങനെ ഒരു വ്യക്തി വഴി ഇങ്ങനെ പോകേണ്ടതാണോ? ശരിയാണ്, ദൈവത്തിനോട് ഞാൻ ഒറ്റയ്ക്ക് നേരിട്ട് പറയുന്നതിൽ കാര്യമില്ല, കാരണം സമൂഹത്തിനോടും തെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സമൂഹത്തിൽ തന്നെ പൊതുവായിട്ട് ഇത് പറഞ്ഞ് ഒരു പാപമോചനം ഒരുമിച്ച് തേടുന്ന ഒരു ചടങ്ങല്ലേ നല്ലത് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പിന്നെ ഇന്ന് മനഃശാസ്ത്രമൊക്കെ വളരെ വികസിച്ചപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട്, ഇതിപ്പോൾ കൗൺസിലിങ്ങിനപ്പുറത്ത് വേറെ എന്താണ് ഇപ്പോൾ ഇതിനുള്ളത്? ഒരു കൂദാശയായിട്ട് ഇതിനെ ഒരു ദൈവികമായ ഒരു കൃപയുടെ കാര്യമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കേണ്ടതുണ്ടോ? സാധാരണ കുമ്പസാരത്തിൽ നടക്കുന്നത് ഒരു കൗൺസിലിംഗ് ആണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല പല പ്രശ്നങ്ങൾ. പിന്നെ ചിലവർ പറയും ഇതിൽ തരുന്ന ഈ പ്രായശ്ചിത്തങ്ങളൊന്നും ആനുപാതികമല്ല, പലപ്പോഴും അതൊന്നും ചേരുന്നില്ല. ചിലപ്പോൾ നമ്മൾ വലിയ പാപങ്ങളൊക്കെ പറഞ്ഞിട്ട് 3 സ്വർഗസ്വനായി ചെല്ലാൻ പറഞ്ഞാൽ അത് എങ്ങനെ ഇത് ഒത്തുപോണേ? അപ്പോൾ അതിൻ്റെ നടപടികളെക്കുറിച്ച്, ആചാര രീതികളെക്കുറിച്ച്, അതിൻ്റെ അർത്ഥങ്ങളെക്കുറിച്ചൊക്കെ
ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. കാരണം എനിക്ക് തോന്നുന്നത് ഇത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, അവൻ്റെ സ്വകാര്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, അവൻ്റെ ജീവിതശീലങ്ങളെ ഒരുപക്ഷെ ക്രമപ്പെടുത്തുന്ന ഒരു വലിയ കാര്യമാണ് ഈ കുമ്പസാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അത് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ നല്ലതാണ്. യേശു സ്ഥാപിച്ചതാണോ ഈ കുമ്പസാരം എന്ന കൂദാശ? ആ ചോദ്യത്തിന് പല തെളിവുകൾ നമുക്ക് നൽകാനായിട്ട് സാധിക്കും. 3 പ്രാവശ്യം വളരെ വ്യക്തമായിട്ട് ഈ പാപം മോചിക്കാനുള്ള അധികാരം ശിഷ്യന്മാർക്ക് കൈമാറുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. യേശുവിൻ്റെ പരസ്യജീവിത കാലഘട്ടത്തിൽ തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ 16-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമ്മൾ പത്രോസിൻ്റെ ഒരു വിശ്വാസ പ്രഖ്യാപനമുണ്ട്. ഒരിക്കലും കർത്താവ് ചോദിക്കുന്നുണ്ട് പത്രോസിനോട്, ഞാൻ ആരാണെന്നാണ് ഈ ജനം പറയുന്നത്. അപ്പോൾ ഓരോരുത്തരും ഓരോ ഉത്തരം പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പത്രോസാണ് ഒരു തികഞ്ഞ ഉത്തരം പറഞ്ഞത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്നു. അത് കേട്ടപ്പോൾ കർത്താവ് അവനെ അല്പം ശ്ലാഘിക്കുന്നുണ്ട്. ആ വലിയ സന്തോഷത്തിൻ്റെയൊക്കെ അവസാനം പറയുവാണ്, നീ ഈ ആരുടെയൊക്കെ പാപങ്ങൾ മോചിക്കുന്നുവോ അത് മോചിക്കപ്പെടും എന്ന് നമ്മൾ വായിക്കുന്നു. മത്തായി 16:19 നമുക്ക് വേണമെങ്കിൽ ആ ഭാഗമൊന്ന് വായിക്കാം. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് നൽകും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അപ്പോൾ ഈ താക്കോൽ നൽകുന്നു സ്വർഗത്തിൻ്റെ. നീ കെട്ടിയാൽ എന്തെങ്കിലും ഇവിടെ തടഞ്ഞാൽ അത് അതുപോലെ അവിടെ തടയപ്പെടും, എന്തെങ്കിലും അഴിച്ചാൽ, ഒരു കുരുക്ക് അഴിച്ചാൽ അത് ദൈവത്തിൻ്റെ മുന്നിലും അഴിക്കും എന്നുള്ള ആ ഒരു വാചകമാണ് ഇതിന് ഏറ്റവും അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഇത് കാഷ്വലായിട്ട് സാന്ദർഭികമായിട്ട് യേശു ഒരിക്കൽ പറഞ്ഞു പോയ പത്രോസിൻ്റെ നല്ല വിശ്വാസ പ്രഖ്യാപനം കേട്ടപ്പോൾ ഒരു കോംപ്ലിമെൻ്റ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് മാത്രമായിട്ട് നമ്മൾ കാണുന്നില്ല. കാരണം പിന്നീട് വേറെ 2 സന്ദർഭങ്ങളിൽ കൂടി യേശു ഇത് പറയുന്നുണ്ട്. ഒരിക്കൽ ശിഷ്യന്മാരെല്ലാവരും കൂടി പറഞ്ഞപ്പോൾ ഇത് പത്രോസിനോട് മാത്രമല്ല ഈ അധികാരം കൈമാറിയത് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 18-ാം അധ്യായത്തിലെ 18-ാം വാക്യത്തിലെ യേശു ശിഷ്യന്മാരോട് പൊതുവായിട്ട് ഇതേ കാര്യം പറയുന്നുണ്ട്. അവരെ ഒരുമിച്ച് 18 ഞാൻ ആ ഭാഗം ശ്രദ്ധിക്കും. പരസ്പരം തിരുത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് യേശുവോട് പറയും. നിങ്ങളുടെ സഹോദരങ്ങൾ തെറ്റ് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവരുമായിട്ട് വ്യക്തിപരമായിട്ട് അത് രമ്യപ്പെടാൻ നിങ്ങൾ പരിശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞ് അവസാനം വിജാതീയരുടെ ഒരു ന്യായവ്യവസ്ഥയെക്കുറിച്ചൊക്കെ പരാമർശിച്ചതിന് ശേഷം യേശു പറയുകയാണ്, അവൻ നിനക്ക് വിജാതീയനെ പോലെയും ചുങ്കക്കാരനെ പോലെയും ആയിരിക്കട്ടെ, അതായത് ഒട്ടും അനുസരിക്കാത്ത ആളുകൾ. എന്നിട്ട് തുടർന്ന് പറയുകയാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ 2 പേർ കൂടി ഒരുമിച്ച് ഒരു കാര്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ തുടരുകയാണ്. അപ്പോൾ ഇത് മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 2-ാം പ്രാവശ്യമാണ് വരുന്നതെന്ന് നമ്മൾ ഓർക്കണം. ഇനി ഇതിനേക്കാൾ വളരെ പ്രകടമായിട്ട് യേശുവിൻ്റെ ഹൃദയത്തിൽ തന്നെ കൊണ്ടു നടന്ന ഒരു സ്വപ്നമായിരുന്നു, വലിയൊരു ചിന്തയായിരുന്നു ഇത് എന്ന് മനസ്സിലാകുന്നത് യേശു ഉയർത്തെഴുന്നേറ്റിട്ട് ശിഷ്യന്മാരെ രണ്ടാമതും കാണുന്ന സന്ദർഭം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അത് വളരെ മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട്. 20-ാം അധ്യായത്തിലെ 22, 23 വാക്യങ്ങളിൽ നമ്മൾ വീണ്ടും കാണുവാണ് ഇങ്ങനെ യേശു, അവരാകെ പ്രത്യാശ നശിച്ചവരായിരുന്നല്ലോ, യേശു അവരെ തിരിച്ചു വന്നു, വ്യക്തിപരമായിട്ട് കണ്ടു, അവസാനം ഒരുമിച്ച് അവരെ കാണുന്നു. ആ കാണുന്നത് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു വന്നിട്ട് അന്ന് വളരെ കുറച്ച് കാര്യങ്ങളെ യേശു പറയുന്നുള്ളൂ. ആ പറയുന്നതാണ് നിശ്വസിച്ചുകൊണ്ട് അവരുടെ അരുൾ ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. അപ്പോൾ ആത്മാവിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് യേശു അവിടെ ഈ പാപങ്ങൾ മോചിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നത്. നിങ്ങൾ ആത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, അഭിഷക്തരായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കൃപയാണ്, ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു സേവനമാണ്. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അത് അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ പ്രകടമായിട്ട് പല സുവിശേഷകന്മാരും ഈ കാര്യം പല തവണ ആവർത്തിച്ച് എഴുതുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ ഇതാണ് യേശു യഥാർത്ഥത്തിൽ ശിഷ്യന്മാർക്ക് ഇങ്ങനെ ഒരു അധികാരം കൈമാറി എന്നുള്ളതിൻ്റെ അടിസ്ഥാനമായിട്ട് ഇന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. അതേസമയം യേശു തന്നെ ഇത് ചെയ്തിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിരവധിയായ ഉദാഹരണങ്ങൾ നമ്മൾ കാണാം. നമ്മൾ നിരന്തരമായിട്ട് മാനസാന്തരപ്പെടേണ്ടതാണ്, ദൈവരാജ്യത്തിൻ്റെ മക്കളായി തീരേണ്ടതാണ്.
എന്നുള്ള ആശയം യേശുവിന് മുമ്പ് തന്നെ സ്നാപയോഹന്നാൻ പറയുന്നുണ്ട്. പക്ഷേ സ്നാപയോഹന്നാൻ പറയുന്ന അതേ കാര്യമാണ് മത്തായിയുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ യേശു തന്നെ പറയുകയാണ്. അവൻ്റെ ആ പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ പരീക്ഷണങ്ങളെല്ലാം കഴിഞ്ഞ് പുറത്തു വന്നു കഴിഞ്ഞിട്ട് പറയണത് ആദ്യമായിട്ട് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടുവിനെന്ന് തന്നെയാണ്. അപ്പോൾ അവിടെയും നമ്മൾ കാണുന്നത് യേശുവിൻ്റെ ഈ മാനസാന്തരത്തിനുള്ളൊരു വിളി ഒരു ക്രിസ്തു ശിഷ്യൻ്റെ നിരന്തരമായ ഉത്തരവാദിത്വമാണ് എന്ന് നിലയ്ക്കണം. അപ്പോൾ ഇനി അതുപോലെ യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ പാപികളോട് ഉള്ള ഇടപെടലുകളിലെ ഈ പാപം മോചിക്കുക എന്നുള്ളത് യേശുവിൻ്റെ ഈ ലോകത്തിലെ രക്ഷാകര കർമ്മത്തിൻ്റെ അവിഭാജ്യമായ ഒരു ഘടകമാണ് നമ്മൾ കാണുന്നത്. കാരണം ഏത് രോഗികളെ സുഖപ്പെടുത്തുമ്പോഴും അദ്ദേഹം കൂടെ പറയുന്നുണ്ട്, നീ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ നീ സുഖപ്പെടട്ടെ എന്ന് പറയുന്നതിന് മുമ്പ് ആദ്യം പറയുന്നത് നിൻ്റെ പാപങ്ങൾ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കൊണ്ടുവന്ന് വിധിക്കാനായിട്ട് അവർ ആവശ്യപ്പെടുമ്പോഴും യേശു അവിടെയും പറയുന്നത് നീ ഇനിമേലിൽ പാപം ചെയ്യരുത്. അപ്പോൾ ഈ പാപത്തെ വിലക്കാനും പാപത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് പുതിയ ജീവിതം നയിക്കാനും കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ പാപികളോടുള്ള എല്ലാ സംസാരങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. പിന്നെ മാത്രമല്ല യേശു ഈ പാപികളെ വെറുതെ വിട്ടില്ല. അവൻ പാപികളോടും ചുങ്കക്കാരോടൊപ്പം ഭക്ഷണം കഴിക്കണോ നടക്കണോ എന്നൊക്കെയാണല്ലോ ഈ ആരോപണം. ആ ആരോപണം വരാൻ കാരണം എന്താണ്? അവൻ പാപത്തെ വെറുത്തപ്പോഴെല്ലാം പാപികളെ തൻ്റെ മാറോട് ചേർത്ത് നിർത്തുന്ന, തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന, പാപികളോട് കരുണ കാണിക്കുന്ന. അപ്പോൾ ദൈവത്തിൻ്റെ കരുണ സംവഹിക്കുക, അത് യേശുവിൻ്റെ കരുണയായിട്ട് മാറുക എന്നുള്ളത് യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ പരിഭാഷ്യമാണ്. അതിനുവേണ്ടിയാണല്ലോ ദൈവം ലോകത്തിലേക്ക് മനുഷ്യപുത്രനെ അയച്ചത് തന്നെ. ഈ ലോകത്തെ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് വിമുക്തമാക്കി ദൈവപിതാവുമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ സംയോജിപ്പിക്കുക എന്നുള്ള വലിയ രക്ഷണീയ കർമ്മമാണ് യേശു നിർവഹിച്ചത്. അപ്പോൾ ഈ രക്ഷാകര ജോലിയുടെ ഉത്തരവാദിത്വത്തിൻ്റെ ആ ദൗത്യ നിർവഹണത്തിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്നു യേശുവിനെ പാപങ്ങൾ മോചിക്കുക എന്ന്. അപ്പോൾ അത് തന്നെയാണ് ചോദ്യം ചെയ്തിട്ടുമുണ്ട്. ഈ പ്രീഷന്മാർ ഒരിക്കൽ ചോദ്യം ചെയ്തു. അപ്പോൾ അത് കൃത്യമായിട്ട് യേശു പറയുന്നുണ്ട്, ഇവനെ പാപം മോചിക്കാൻ, എനിക്ക് പാപം മോചിക്കാൻ അധികാരമുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയുന്നതിനെ പറഞ്ഞുകൊണ്ടാണ് ഇവൻ സുഖം പ്രാപിക്കട്ടെ എന്ന് യേശു തുടർന്നു. അപ്പോൾ ദൈവപുത്രൻ്റെ ഈ ലോകത്തെ രക്ഷണീയ കർമ്മത്തിലും സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിലും മാറ്റി നിർത്താൻ സാധിക്കാത്ത വലിയൊരു ശുശ്രൂഷയായിരുന്നു പാപത്തെ മോചിക്കുക, മനുഷ്യനെ കരുണ സംലഭ്യമാക്കുക, നീതിയുടെയും സത്യത്തിൻ്റെയും നന്മയുടെയും സ്നേഹത്തിൻ്റെയും വഴിയിലൂടെ പോകാനുള്ള ശക്തി പകരാനുള്ള കൃപാവരം നൽകുക എന്നുള്ളത്. ആ ഒരു ജോലിയാണ് വാസ്തവത്തിൽ ഇന്ന് പിന്നീട് ശിഷ്യന്മാരും മെത്രാന്മാർക്കും അത് വൈദികർക്കും അഭിഷിക്തരാകുന്നതിലൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു വന്നത് ക്രിസ്തുവിൻ്റെ ഈ രക്ഷാകര കർമ്മത്തിൻ്റെ രക്ഷണീയ കർമ്മത്തിൻ്റെ മർമ്മപ്രധാനമായ ഒരു ദൗത്യമാണ് ഈ പാപം മോചിക്കുക എന്നുള്ളത്. യേശു അന്ത്യ അത്താഴത്തിൽ എൻ്റെ രക്തവും എൻ്റെ ശരീരവും നിങ്ങൾ ഭക്ഷിക്കണം, പാനം ചെയ്യണം എന്ന് പറഞ്ഞതുപോലെ തന്നെ യേശുവിൻ്റെ അവസാന പ്രത്യക്ഷീകരണത്തിൻ്റെ സമയത്ത് യേശു കൊടുത്ത ഒരു വലിയ ഒരു ഔദാര്യമാണ്, ഈ ലോകത്തിന് കൊടുത്ത ഒരു സേവനമാണ് വാസ്തവത്തിൽ ഈ കുമ്പസാരിപ്പിക്കാനുള്ള അല്ലെങ്കിൽ പാപം മോചിക്കാനുള്ള അവകാശമെന്ന് നമ്മൾ ഇവിടെ തിരിച്ചറിയുകയാണ്. അതായത് പാപം മോചിക്കാനുള്ള അധികാരം വാസ്തവത്തിൽ ദൈവത്തിനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആ അധികാരത്തെ ക്രിസ്തുവിലൂടെ കൈവന്ന അധികാരത്തെ ക്രിസ്തുവിൻ്റെ തുടർച്ചയായ സഭയിൽ അത് നടപ്പാക്കുന്നതിന് വേണ്ടി അപ്പസ്തോലന്മാരെ ചുമതലപ്പെടുത്തുകയാണ് ക്രിസ്തു. പക്ഷെ അത് ദൈവത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ അച്ഛൻ പറഞ്ഞ 3 സുവിശേഷത്തിൻ്റെ ഭാഗങ്ങളിലും ആദ്യ ഭാഗത്ത് പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിൽ ക്രിസ്തുനാഥൻ പറയുന്നുണ്ട്, ഇത് മാംസരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ പിതാവാണ്. എന്നിട്ടാണ് പറഞ്ഞത് നിനക്ക് ഈ അധികാരം തരുന്നു. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് വാസ്തവത്തിൽ പത്രോസിന് അധികാരം കൊടുക്കുന്നത്. അവസാന ഭാഗത്തും ഈ പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ അധികാരം കൊടുക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഇത് ദൈവദത്തമായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടിയ ഒരു അധികാരമാണ് ഇത്. പ്രത്യേകമായിട്ട് അതുകൊണ്ട് ഒരു വൈദികനോ അല്ലെങ്കിൽ ഈ കുമ്പസാരം എന്ന കൂദാശ പരികർമ്മം ചെയ്യുന്ന മെത്രാനോ മാർപ്പാപ്പയ്ക്കോ ഉള്ള ഒരു പ്രിവിലേജ് അല്ല. ഇത് രക്ഷണീയ കർമ്മത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ശുശ്രൂഷകനെ
ദൈവവിശ്വാസികളുടെ സമൂഹം ഒരുമിച്ച് കൂടി ഏൽപ്പിക്കുന്ന ഒരു ദൗത്യമാണ്. അതിൽ ഈ വ്യക്തി എന്ന രീതിയിൽ ഞാൻ വിൻസെൻ്റ് കുണ്ടുകുളം എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് അതിൽ പ്രത്യേക മെറിറ്റൊന്നുമില്ല. കാരണം ഞാൻ മറ്റുള്ള എല്ലാവരെയും പോലെ പാപിയാണ്. ഒരുപക്ഷെ അവരെക്കാൾ കൂടുതൽ ഞാൻ പാപിയായിരിക്കും ദൈവത്തിൻ്റെ മുന്നിൽ. കാരണം എനിക്ക് ലഭിച്ച അവസരങ്ങളും എനിക്ക് ലഭിച്ച വിശുദ്ധിയിൽ വളരാൻ ലഭിച്ച സാഹചര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഞാൻ കുമ്പസാരിപ്പിക്കാൻ എൻ്റെ മുന്നിൽ കുമ്പസാരം എന്നോട് പറയാൻ വരുന്ന ആളുകളെക്കാൾ എത്രയോ വലിയ ഉത്തരവാദിത്വം എനിക്കുണ്ട്. അത്രയും ഞാൻ ഉയർന്ന് ജീവിക്കുന്നില്ലെങ്കിൽ ഒരുപക്ഷെ അവരെക്കാൾ കൂടുതൽ. അപ്പോൾ ഇതൊരു പ്രിവിലേജായിട്ട് നമ്മളിതിനെ കാണുമ്പോഴാണ് ഇത് അച്ഛനോട് പറയണേൻ്റെ ഈ സാങ്കത്യത്തെക്കുറിച്ചുള്ള കൂടുതൽ സംശയങ്ങൾ നമ്മുടെ ഉള്ളിൽ വരുന്നത്. ഇതൊരു ശുശ്രൂഷയാണ് വാസ്തവത്തിൽ. ദൈവത്തിൻ്റെ രക്ഷാകര കർമ്മത്തിൽ സവിശേഷമായി ശുശ്രൂഷാ പൗരോഹിത്യത്തിലേക്ക് വിളിക്കപ്പെട്ടവരുടെ ഒരു ശുശ്രൂഷയാണ് ഈ കുമ്പസാരിപ്പിക്കുക എന്നുള്ളത്. അത് നമ്മളിനി വേറെയും ചില എപ്പിസോഡുകൾ നമുക്ക് പറയേണ്ടതായിട്ട് വരും. എൻ്റെ കുമ്പസാരത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് കടക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാവുന്നതാണ്. അതോടൊപ്പം തന്നെ വെച്ചാൽ ഈ വത്തിക്കാൻ സൂനകദോസ് നമുക്കറിയാം സഭയെ തന്നെ റീഡിഫൈൻ ചെയ്തു, സഭയെ തന്നെ ഒരു പുതിയ ദർശനത്തിലേക്ക് നയിച്ചു. ഒപ്പം കുദാശകളെക്കുറിച്ച് ഒരു പുനർവായനയും പുനർവ്യാഖ്യാനവും നടത്തി വത്തിക്കാൻ കൗൺസിൽ എല്ലാ കുദാശകളെക്കുറിച്ചും. അതുപോലെ എനിക്ക് തോന്നുന്നു കുമ്പസാരം എന്ന കുദാശ, മറ്റേത് ഒരു സാക്രമെൻ്റ് ഓഫ് കൺഫെഷൻ എന്നുള്ള ഒരു തലത്തിൽ നിന്നും സാക്രമെൻ്റ് ഓഫ് റിക്കൺസിലിയേഷൻ എന്നൊരു തലത്തിലേക്ക് വത്തിക്കാൻ സൂനകദോസ് അതിനെ ഒന്ന് റീഡിഫൈൻ ചെയ്തു. ഒരു അനുരഞ്ജനത്തിൻ്റെ തലത്തിലേക്ക് അത് വന്നു. എങ്ങനെയാണ് ഈ കുദാശകൾക്ക് വത്തിക്കാൻ സൂനകദോസിന് ശേഷം ഈ കുമ്പസാരം എന്ന കുദാശയ്ക്ക് അതിനുണ്ടായിട്ടുള്ളൊരു സാർവത്രികവും സാമൂഹ്യവുമായിട്ടുള്ള ഒരു മാനത്തിലേക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവരുമായുള്ള ബന്ധം നഷ്ടപ്പെടലാണ്? വത്തിക്കാൻ സൂനകദോസ് തന്നെ പറയുന്നുണ്ട്, ബന്ധം നശിക്കലാണ് പാപം, അതുകൊണ്ട് ബന്ധം പുനഃസ്ഥാപിക്കുക അനുരഞ്ജനത്തിലൂടെ. അപ്പം അങ്ങനെ ഒരു റീഡിഫൈൻ ചെയ്തതിൻ്റെ പരിണിത ഫലം എന്തായിരുന്നു? തീർച്ചയായിട്ടും ഈ കൂദാശയുടെ ഒരു ദൈവശാസ്ത്ര തലങ്ങളിലെ ഏറ്റവും സൂക്ഷ്മമായ ഒരു വിഷയത്തിലേക്കാണ് ബിജു സാർ ഇപ്പോൾ വിരൽ ചൂണ്ടിയത്. ഒരുപക്ഷെ നമ്മുടെ സാധാരണ ആളുകൾക്ക് അത് ഒന്ന് നിരന്തരമായിട്ട് അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. കുമ്പസാരിച്ചോ നമ്മൾ ചോദിക്കുന്നു. അപ്പോൾ ഈ കുമ്പസാരം എന്ന വാക്ക് വന്നത് നേരത്തെ സാക്രമെൻ്റ് ഓഫ് കൺഫെഷൻ എന്ന് പറഞ്ഞല്ലോ, അത് നമ്മുടെ ഈ കുമ്പസാരം എന്നുള്ള വാക്ക് മലയാളത്തിൽ വന്നത് പോർച്ചുഗീസ് ഭാഷയിൽ നിന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് വന്നു, ആ പോർച്ചുഗീസ് ഭാഷയിലുണ്ട്. അപ്പോൾ ആ കുമ്പസാരിക്കുക, ഏറ്റുപറയുക എന്നുള്ള ഒരു ചിന്തയാണ്. അതുപോലെ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ വേറൊരു വാക്ക് ഇതുപോലെ നിലവിലുണ്ടായിരുന്നു, സാക്രമെൻ്റ് ഓഫ് പെനിറ്റൻസ് എന്ന് പറയുന്നത്, സാക്രമെൻ്റ് ഓഫ് പെനൻസ് എന്നൊക്കെ പറയുന്നത്. അതായത് പ്രായശ്ചിത്തം ചെയ്യുന്ന കൂദാശ. അതായത് ആ കൂദാശയുടെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഘടകമാണത്. പാവങ്ങൾ ഏറ്റുപറയുക എന്നുള്ളതോ അല്ലെങ്കിൽ ഒരു പരിഹാരം ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പോൾ അതിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് ഫോക്കസ് നൽകിയപ്പോൾ അങ്ങനെയുള്ള പേരുകൾ കുമ്പസാരത്തിനുണ്ടായിരുന്നു. അങ്ങനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വത്തിക്കാൻ കൗൺസിലുണ്ടായ മെച്ചം ഇതിനെ അങ്ങനെയുള്ള ഒരു നിയമത്തിൻ്റെ വെളിച്ചത്തിൽ കാണാതെ, പണ്ട് ഒരു നിയമം അത് തെറ്റിക്കുന്നു ഒരു സമൂഹത്തിലൊരാൾ, അതിനൊരു പ്രതിവിധി എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യമാകാതെ, ഒരു രോഗം അതിനൊരു മരുന്ന് കൊടുക്കുന്നു, ഒരു നിയമം തെറ്റിച്ചു അതിനൊരു പനിഷ്മെൻറ്റ് കൊടുക്കണം സിവിൽ ഇതിൽ, അതുപോലെ സഭയ്ക്കകത്ത് മതത്തിനകത്തുള്ള ഒരു കാര്യമായിട്ട് കാണാതെ വാസ്തവത്തിൽ കുറേ കൂടി സാർവലൗകികമായ ഒരു മാനത്തോടു കൂടെ അതിനെ പുനർനിർവചിക്കാനായിട്ട് വത്തിക്കാൻ കൗൺസിലിന് സാധിച്ചു. അവിടെയാണ് നേരത്തെ അങ്ങനെ പറഞ്ഞതുപോലെ സാക്രമെൻ്റ് ഓഫ് റിക്കൺസിലിയേഷൻ, അനുരഞ്ജനത്തിൻ്റെ കൂദാശ എന്നുള്ള വാക്ക് കൂടുതലായിട്ട് ഉരുത്തിരിഞ്ഞത്. അതായത് പാപം വഴി എന്താണ് പാപം വഴി സംഭവിക്കുന്നത് എന്ന് ദൈവശാസ്ത്രജ്ഞന്മാരെ അന്ന് മെത്രാന്മാർ ഒരുമിച്ച് ചിന്തിച്ചു. അപ്പോൾ പാപം വഴി 3 തലങ്ങളിലുള്ള വിഭജനങ്ങളാണ് സംഭവിക്കുന്നത്, അനൈക്യമാണ് സംഭവിക്കുന്നത്. വാസ്തവത്തിൽ പാപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്റപ്ഷനാണ്, ഇംഗ്ലീഷിൽ നമ്മൾ പറയാം, ഒരു തകർക്കപ്പെടലാണ്. ആ വേർപ്പെടൽ സംഭവിക്കുന്നത് 3 തലങ്ങളിലാണ്. ഒന്ന് ഒരു ലംബമാനം എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം, വെർട്ടിക്കൽ ഡയമെൻഷനിൽ സംഭവിക്കുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരകലം. പിന്നെ തിരശ്ചീനമായിട്ട് നോക്കുമ്പോൾ, ഹൊറിസോണ്ടലായിട്ട് നമ്മൾ നോക്കുമ്പോൾ മനുഷ്യനും തമ്മിൽ അകലുന്നു, മനുഷ്യനും പ്രകൃതിയും തമ്മിൽ ഇന്ന് അകലുന്നു. അത് നമ്മളിന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. കാരണം മനുഷ്യൻ്റെ തിന്മകളുടെ ആഘാതമാണ്. ഇപ്പോൾ അത് വെള്ളപ്പൊക്കം വരുന്നു, അത് എക്കോളജിക്കൽ ഇഷ്യൂസ്. ഈ പ്രാവശ്യം ജൂൺ 1 മഴ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാലവർഷം വരുമെന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ മഴ പെയ്യാത്തത്. അതിന് മുമ്പൊക്കെ മഴ പെയ്തായിരുന്നു.
ഓരോ ന്യൂനമർദ്ദമൊക്കെ പറഞ്ഞ് ചക്രവാത ചൂഴി എന്നൊക്കെ പറഞ്ഞ പുതിയ പുതിയ പേരുകളിൽ ഇതൊക്കെ തെറ്റിപ്പോയി. മറ്റേത് ജൂൺ 1-ാം തീയതി നമ്മൾ കൃത്യമായിട്ട് വേണം. ഇത് മനുഷ്യൻ ഈ പ്രപഞ്ചത്തോട് കാട്ടിക്കൂട്ടിയ ക്രൂരതകളുടെ ഒരു ഫലം തന്നെയാണ് ഈ ഇതിൽ വന്ന മൺസൂണിൽ തന്നെ വരുന്ന മാറ്റങ്ങൾ, വെള്ളപ്പൊക്കങ്ങൾ, അതുപോലെ തന്നെ പൊല്യൂഷൻ, ഭൂമിക്ക് വേക്കുന്ന താപനങ്ങൾ. അപ്പോൾ ഈ പ്രകൃതിയോട് നമ്മൾ ഒരുപാട് ആവാസ വ്യവസ്ഥയോട് ചെയ്യുന്ന തെറ്റുകൾ ധാരാളമാണ്. അപ്പോൾ അതും നമ്മൾ പ്രകൃതിയായിട്ട് അകന്നു കഴിഞ്ഞാൽ ഈ പ്രകൃതിയുടെ ചെറിയ ഒരു ജീവി മാത്രമായ മനുഷ്യൻ അതോടുകൂടെ അവൻ നശിക്കുകയാണ്. ദൈവം മനുഷ്യനെ നല്ലൊരു ജീവിതം ഈ ഭൂമിയിൽ നൽകാനായിട്ട് ആഗ്രഹിക്കുകയും ആ പ്രകൃതിയെ അവനിൽ നിന്ന് മാറ്റുമ്പോൾ, കാരണം ബേസിക്കായിട്ട് മനുഷ്യൻ 5 ധാതു ലവണങ്ങളാണ് അല്ലേ, വെള്ളം, വായു, ഈ മണ്ണ്, ഇതൊക്കെയാണ് ഈ മനുഷ്യനിലുള്ളത്. അതിൻ്റെ ഏറ്റവും നിറകുടമാണ് പ്രകൃതി. ആ പ്രകൃതിയിൽ നിന്ന് അവൻ എന്തുമാത്രം മാറിപ്പോകുന്നുവോ, അതിനെ അന്യവൽക്കരിക്കുന്നുവോ, അത്രമാത്രം അവനോട് തന്നെ അന്യവൽക്കരിക്കും. അതാണ് ഈ വേർപെടലിൻ്റെ 4ാമത്തെ ഡൈമെൻഷൻ. സാധാരണ 3 തല എന്ന് പറയും, ഞാനത് 4 തല എന്ന് പറയുകയാണ് വാസ്തവത്തിൽ. കാരണം ഒന്ന് ദൈവവുമായിട്ടുള്ള ബന്ധം, മറ്റൊന്ന് സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം. അത് നമ്മൾ എപ്പോഴും ഉറപ്പിച്ച് പറയാറുണ്ട്. ഈ പ്രകൃതിയുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ ലൗദാത്തോസിയൊക്കെ വന്നതിന് ശേഷം മാർപ്പാപ്പ പ്രത്യേകം എടുത്ത്. പിന്നെ നമ്മളിൽ തന്നെയുള്ള സംഘർഷമാണ് വാസ്തവത്തിൽ. ഞാനും എൻ്റെ ഈഗോ എന്ന് പറയുന്ന എൻ്റെ സ്വാർത്ഥമായ സെൽഫും, അതുപോലെ ഞാൻ എന്ന ആത്മാവ് കുടികൊള്ളുന്ന ദൈവം എന്നെ സൃഷ്ടിച്ചു വിട്ട ആ വ്യക്തിത്വവും തമ്മിൽ, അത് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഭാഷയിലൊക്കെ വേണമെങ്കിൽ ഇത് ഈഗോ, സൂപ്പർ ഈഗോ എന്നൊക്കെ പറഞ്ഞ ആൾ തിരിച്ചിട്ടുണ്ട്. അതിങ്ങോട്ട് അതേപോലെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ പൗലോസിലേക്ക് പറയുന്ന പോലെ 2 ശക്തികൾ നമ്മൾ കാണുന്നുണ്ട്. ഈ ലോകത്തിൻ്റെ ശക്തികളും അതുപോലെ ആത്മാവിൻ്റെ ശക്തികളും തമ്മിലുള്ള ഒരു പോരാട്ടം. ഇവിടെയും വലിയ ഒരു വിഭജനമാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്. കാരണം ഞാൻ എന്തായി തീരേണ്ടതുണ്ടോ ദൈവസൃഷ്ടി എന്ന രീതിയിൽ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ സമൂഹത്തിൽ പെരുമാറണം, എങ്ങനെ പ്രപഞ്ചത്തോട് പെരുമാറണം, എങ്ങനെ ഈശ്വരനോട് ബന്ധപ്പെട്ട് നിൽക്കണം, അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളെ അപ്പാടെ തകർക്കുന്ന രീതിയിൽ അവൻ്റെ സ്വാർത്ഥതയിലേക്ക് പിൻവാങ്ങുമ്പോൾ അവൻ തന്നെ അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു എൻഡായിട്ട്, നാർസിസ്റ്റിക്കായിട്ട് മാറുകയാണ്. അവൻ സ്വാർത്ഥനായിട്ട് മാറുകയാണ്. അപ്പോൾ അവിടെ ഞാനും എൻ്റെ യഥാർത്ഥ അസ്തിത്വം ദൈവവുമായിട്ട് ഒട്ടിച്ചേർന്ന് നിൽക്കേണ്ടതാണ്. അത് തമ്മിൽ അകലുകയാണ്. ഈ ആന്തരിക സംഘർഷമാണ് ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന മുഴുവൻ. അതാണ് പിന്നീട് രോഗങ്ങളായിട്ട് വരുന്നതും. അതുകൊണ്ട് ഈ കുമ്പസാരം എന്നുള്ളതിനെ കുറേ കൂടി നല്ലത്, നേരത്തെ അങ്ങൊന്ന് സൂചിപ്പിച്ചതുപോലെ വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞ ആ കാര്യം അനുരഞ്ജനം തന്നെയാണ്. ഐക്യത്തിലായിരിക്കുമ്പോഴാണ്, ഹാർമണിയിലായിരിക്കുമ്പോൾ എന്തൊരു സുഖമാണ്. ഇപ്പോൾ വീട്ടിലെ സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ബിജുവിൻ്റെ വീട്ടിൽ ഭാര്യ, മക്കൾ ഒക്കെ ഉണ്ട്. നമ്മളെല്ലാവരും ഐക്യത്തിലായിരിക്കുന്ന ഒരവസരത്തിൽ അനുഭവിക്കുന്ന ഒരു സമന്വയത ഉണ്ട് ഇല്ലേ, ഒരു സാകല്യതയുണ്ട്. അതാണ് ജീവിതത്തിൻ്റെ സന്തോഷം എന്നൊക്കെ പറയണത്. അതാണ് നമ്മൾ മനുഷ്യൻ അന്വേഷിക്കേണ്ടത്. അതിലേക്ക് മനുഷ്യനെ വിളിക്കുന്ന ഒരു കൂദാശയാണ് ഈ കുമ്പസാരം അല്ലെങ്കിൽ അനുരഞ്ജനത്തിൻ്റെ കൂദാശ. അച്ഛാ വളരെ നന്ദി. കാരണം നമുക്കിപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കും. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കുമ്പസാരത്തെക്കുറിച്ച്, വളരെ ആളുകൾ ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾ, അവരുടെ സംശയങ്ങൾ, അവരുടെ ആകുലതകൾ, ഇതൊക്കെ നമുക്കിനി ചർച്ച ചെയ്യാനുണ്ട്. എനിക്ക് തോന്നുന്നു വരുന്ന എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഏതായാലും അച്ഛൻ ഈ പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കുമ്പസാരം എന്ന കുദാശയ്ക്ക് വത്തിക്കാൻ സുനദോസ് നൽകിയ ഒരു വലിയ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസം, അതെനിക്ക് തോന്നുന്നു അത് നമ്മുടെ ആളുകൾ, വിശ്വാസികൾ മനസ്സിലാക്കിയാൽ ഒരുപക്ഷെ അവർ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കുദാശയായി നമ്മുടെ ഈ സക്രമെൻ്റ് ഓഫ് റിക്കൺസിലിയേഷൻ മാറും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഏതായാലും നമുക്കിത് ഇനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും ചർച്ച ചെയ്യാം. വളരെ നന്ദി അച്ഛാ. കത്തോലിക്ക സഭ ആഘോഷിക്കുന്ന 7 കുദാശകളിൽ സുപ്രധാനപ്പെട്ടതാണ് വിശുദ്ധ കുമ്പസാരം. അത് ക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ടതാണെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ക്രിസ്തു സഭയ്ക്കു നൽകിയ ആ മഹാദാനത്തെ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് വീണ്ടും പരിശ്രമിക്കാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.